ഡീറ്റെയിൽസ് അവർ ആരംഭിക്കുന്നു. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2395.60 അടിയിലേക്ക് ഉയർന്നു. 2395 അടി പിന്നിട്ടതോടെ വൈദ്യുത ബോർഡ് രണ്ടാമത്തെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇപ്പോൾ ഡാം തുറക്കേണ്ട കാര്യമില്ല എന്നാണ് KSEB നിലപാടെടുത്തിരിക്കുന്നത്. ഹൈദർ അലി വിവരങ്ങളുമായി. ഹൈദർ അലി, ഇപ്പോൾ വൃഷ്ടിപ്രദേശത്ത് മഴ കുറവാണെന്നും 0.2 അടിയെ മണിക്കൂറിൽ വെള്ളം ഡാമിലേക്ക് ഒഴുകി എത്തുന്നുള്ളൂ എന്നുള്ളത് കണക്കിലെടുത്ത് ഇപ്പോൾ ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമില്ല എന്ന നിലപാടിലേക്ക് വൈദ്യുതി ബോർഡ് എത്തുന്നതായി മനസ്സിലാക്കുന്നു. സർക്കാരിനും അങ്ങനെ തന്നെയുള്ള ഒരു നിലപാടാണോ? അതനുസരിച്ച് ഷട്ടർ തുറക്കാൻ ട്രയൽ റൺ നടത്താനോ അതിനുശേഷം പൂർണ്ണമായ നിലയിൽ ഷട്ടർ ഉയർത്താനോ ഉള്ള സാധ്യത കുറവാണെന്നാണോ ഈ നിമിഷം മനസ്സിലാക്കേണ്ടത്? അഭിലാഷ്, തീർച്ചയായിട്ടും ഇപ്പോൾ മഴ തുടങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇടുക്കിയിലും ചെറുതോണിയിലും ഒക്കെ ആയിട്ട് വൃഷ്ടിപ്രദേശത്തിലും മഴ ഇപ്പൊ ആരംഭിച്ചിരിക്കുന്നു. കാരണം ഇനി രാത്രി മുഴുവൻ മഴ പെയ്യുകയും നാളെ മഴ നിന്നാൽ മാത്രമേ ഡാമിന്റെ ഷട്ടർ തുറക്കേണ്ട ഒരു അവസ്ഥയുള്ളൂ. എന്നാൽ നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്ന വൈദ്യുതി വകുപ്പിൽ ഇത് 2 തട്ടിലായി നിൽക്കുന്നു. വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥർ 2 തട്ടിലാണ്. ചില ഉദ്യോഗസ്ഥർ ഇത് ഡാം തുറക്കുന്നതുമായിട്ട് അനുകൂലിക്കുമ്പോൾ മറ്റു ഉദ്യോഗസ്ഥർ ഡാം തുറക്കരുത് എന്ന് പറയുന്നു. പിന്നീട് അത് ഏകോപനമായിട്ട് ഇവർ ഒറ്റക്കെട്ടായിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കും. വെറുതെ ഡാം തുറന്ന് ട്രയൽ റൺ അടിക്കരുത്. കാരണം ട്രയൽ റൺ അടിക്കുമ്പോൾ പരമാവധി വെള്ളം ഒഴുക്കി കളയേണ്ടതാകുകയും അതുകൊണ്ട് സർക്കാരിനുണ്ടാകുന്ന 220 കോടി രൂപയുടെ നഷ്ടം വരുമെന്ന് സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വൈദ്യുതി വകുപ്പിന്റെ ഒരു തീരുമാനത്തിലേക്ക് നിൽക്കുകയാണ്. വൈദ്യുതി വകുപ്പിന്റെ തീരുമാനം നാളെ കൂടുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇത് അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ നാളെ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കൂടുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഈ കാര്യം അറിയിക്കും. എന്തായാലും ഡാം തുറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ജില്ലാ ഭരണകൂടം വളരെയധികം അലർട്ടോടു കൂടിയാണ് ഇപ്പൊ നിൽക്കുന്നത്. കാരണം ഇത് ഈ വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്യുകയും നീരൊഴുക്ക് വർദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഡാം തുറക്കേണ്ടതായി വരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് 4 ദിവസം മുമ്പ് വൈദ്യുതി വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ ഭരണകൂടമാണ് ഈ ആവശ്യം സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഡാം ഒന്ന് ട്രയൽ റണ്ണിന് വേണ്ടി തുറക്കാൻ ഒരു അവസരം വേണമെന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 98 ആവുമ്പോൾ ഡാം തുറക്കാം എന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി അന്ന് ഉറപ്പ് നൽകിയിരുന്നു. പിന്നീട് അത് ഇന്നലെയും ഇന്നുമായിട്ട് 97 എത്തിയാൽ ഡാം തുറക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. 97 ആകാൻ ഇനിയും വെള്ളം ഒഴുകിയെത്തണം. ആ 97 98 എത്തിയാലും ഇനിയും 4 അടിയോളം ജലം ഒഴുകിയെത്തിയാൽ മാത്രമേ അത്രയും ജലം എത്തിയാൽ മാത്രമേ ഡാം ട്രയൽ റണ്ണിനായി തുറക്കേണ്ട കാര്യമുള്ളൂ. തുറക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പ് പറയുക ഈ നിമിഷം അസാധ്യമാണ്. ഹൈദർ അലിയാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ, CPIM നേതാവ് CV വർഗീസ് എന്നിവർ. ആദ്യം ശ്രീ റോഷി അഗസ്റ്റിൻ, ആശങ്കയുടെ സാഹചര്യം ഇപ്പോഴും ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ടോ? ഇനിയൊരു 1.5 അടി കൂടി ഉയർന്നാൽ റെഡ് അലർട്ട് പുറപ്പെടുവിക്കേണ്ടി വരുന്ന സാഹചര്യമാണ്. ഇപ്പോൾ KSEB പറയുന്നത് 0.2 അടി ആണ് ഓരോ മണിക്കൂറിലും ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. അത്ര ആശങ്കയ്ക്കുള്ള സാഹചര്യമില്ല. 24 മണിക്കൂറും വൈദ്യുതി ഉൽപ്പാദനം പൂർണ്ണമായ ശേഷിയിൽ നടത്തിയാൽ ഇപ്പോഴുള്ള കാര്യം മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് വൈദ്യുതി ബോർഡും പറയുന്നു. ഇപ്പോൾ ആശങ്കയുടെ സാഹചര്യം തീരെ ഇല്ല എന്നുള്ളതാണോ? എന്താണ് താങ്കളുടെ ഇക്കാര്യത്തിലെ ഒരു നിലപാട്? ആശങ്കയ്ക്കുള്ള സാഹചര്യം ഇല്ല അഭിലാഷ്. 1.5 അടി കൂടെ ഉയർന്നാൽ നമ്മുടെ ഡാമിൻ്റെ സംഭരണശേഷിയിലേക്ക് എത്തുകയില്ല. 2403 നമ്മുടെ സംഭരണശേഷി. ഇപ്പോൾ നിലവിലുള്ളത് 2395.48. അപ്പോൾ ആ നിലയിൽ നമുക്ക് ഒരാശങ്കയുടെ വിഷയം ജലനിരപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കില്ല. നമ്മൾ നേരത്തെ കൂട്ടി ചില മുൻകരുതലുകൾ എടുത്തു. സ്വാഭാവികമായിട്ടും 2390 ബ്ലൂ അലേർട്ട് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തത്. 2395 ഓറഞ്ച് അലേർട്ട് നമ്മൾ അതീവ ജാഗ്രതാ നിർദ്ദേശം കൊടുത്തു. ബോർഡിൻ്റെ ഡിസിഷൻ അനുസരിച്ച് 2399 റെഡ് അലേർട്ട് ചെയ്യേണ്ടത്. പക്ഷേ ഗവൺമെൻറ് അത്രത്തോളം ഒന്ന് പോണോ, അതിന് മുൻപ് ഒരു ട്രയൽ റൺ നടത്തിക്കൂടെ എന്നൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് നമ്മളതിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചത്. അങ്ങനെ വന്നാൽ പോലും ബോർഡിൽ നിന്നുള്ള നിർദ്ദേശം കിട്ടണം. അത് നയപരമായ ഒരു തീരുമാനമായി കണക്കാക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ അതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം അപകടരഹിതമായി എല്ലാവർക്കും അതിനുള്ള സംരക്ഷണം ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് ഡാം തുറന്നുവിടുന്ന ഒരു ട്രയൽ റൺ പോലും നടത്തുകയുള്ളൂ. ഇപ്പോൾ ജലനിരപ്പ് 0.02% ഒരു മണിക്കൂറിൽ വർധനവ് കാണിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു ദിവസം നമ്മൾ കണക്കാക്കുമ്പോൾ 24 മണിക്കൂർ കൊണ്ട് 1/2 അടി വെള്ളത്തിന് വ്യത്യാസമേ വരുന്നുള്ളൂ.
മുല്ലപ്പെരിയാറിലും ജലനിരപ്പ് കുറഞ്ഞിട്ടുണ്ട്. 136 നിന്ന് 135 പോയിന്റ് സംതിങ് ആയി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം ഒരു ആശങ്ക ഇപ്പം നിലവിലില്ല. താഴെ തലങ്ങളിലേക്ക് താമസിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചും അവരുടെ വിഷയങ്ങളെ സംബന്ധിച്ച് നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ജാഗ്രതയായി ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 200 കുടുംബങ്ങളെയാണ് മാറ്റി പാർപ്പിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് ചിന്തിക്കുന്നത്. അതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മാറ്റേണ്ടി വരുന്ന 58 കുടുംബങ്ങളുണ്ട്. അവർക്കാവശ്യമായ നിർദ്ദേശങ്ങളും അവരെയും അവയർനെസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ത്രിതല പഞ്ചായത്തിൻ്റെയും ജനപ്രതിനിധികളുടെയൊക്കെ സാന്നിധ്യത്തിൽ നേരിട്ട് ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തി അവരിത് ബോധ്യപ്പെടുത്തി അവിടെ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തി അതീവ ജാഗ്രതയോടുകൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ നിലയിലൊരു ആശങ്ക ഒരിക്കലും നിലവിൽ ആവശ്യമില്ലെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇവിടെ. പക്ഷേ ശ്രീ റോഷി അഗസ്റ്റിൻ, പക്ഷേ ഒരു സാഹചര്യമുള്ളത് വൃഷ്ടിപ്രദേശങ്ങളിൽ ഇപ്പോഴും മഴയുണ്ട് എന്നുള്ളതാണ്. ജലം വരുന്നത് കൂടാം. മുല്ലപ്പെരിയാർ അതേപോലെ തന്നെ മുല്ലപ്പെരിയാറും നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുല്ലപ്പെരിയാറിലെ അധിക ജലം വരാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ദിവസം അരയടി എന്നുള്ള നിലയിലാണ് ജലം ഉയരുന്നത് എങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇനിയുള്ള മണിക്കൂറുകളിൽ അത് അങ്ങനെ തന്നെ ആകണം എന്നില്ല. അപ്പോൾ നമ്മളൊരു മുൻകരുതൽ എടുക്കുക എന്നുള്ളത്, ഇതിൻ്റെ സംഭരണ ശേഷി വരെ ആകട്ടെ എന്നുള്ളത് കാത്തു നിൽക്കാതെ ഒരു മുൻകരുതൽ എടുക്കുക എന്നുള്ളത് ഉചിതമാകില്ലേ? അതുകൊണ്ട് ട്രയൽ റൺ വേണ്ട എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രയൽ റൺ അനിവാര്യമല്ല എന്ന് പറയുന്നത് എത്ര കണ്ട് യോജിക്കാൻ കഴിയുന്ന കാര്യമാണ്? പറയാൻ കഴിയില്ല. ട്രയൽ റൺ ഒരു പക്ഷേ ആവശ്യമായേണ്ടി വന്നേക്കാം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ട്രയൽ റണ്ണിന് വേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പുകളാണല്ലോ നമ്മൾ നടത്തേണ്ടതായിട്ടുള്ളത്. അതിനെല്ലാം സജ്ജമാണ്. അത് എല്ലാ വിധത്തിലും അതിന് എന്തൊക്കെയാണോ വേണ്ട പ്രിപ്പറേഷൻസ് അതൊക്കെ നടത്തിയിട്ടുണ്ട്. ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രത്യേകിച്ച് ക്യാമ്പുകൾ അവിടെ ഉണ്ടാകണം, മെഡിക്കൽ ടീമുകളുണ്ടാകണം. ഇപ്പോൾ ഞങ്ങൾ ഈ പോയ സ്ഥലത്ത് കിടപ്പ് രോഗികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ആയുർവേദ ആശുപത്രിയിലേക്ക് തന്നെ മാറ്റാനായിട്ടാണ് തീരുമാനിച്ചത്. സങ്കീർണമായി തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകിയിരുന്നുകൊണ്ട് ഒരിടത്ത് ഈ പെരിയാറിനകത്ത് തന്നെ ചേർന്ന ഒരു പശുത്തൊഴുത്ത്, അവിടെ ആൾക്കാർ താമസമൊന്നുമില്ല. പക്ഷേ ആ പശുവിനെ പോലും ബന്ധപ്പെട്ട ഉടമസ്ഥനോട് അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോയി നിർത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഏതൊക്കെ വിധത്തിലാണ്. പിന്നെ ചാല്, വെള്ളം ഒഴുകുന്നുള്ള ചാലെല്ലാം വൃത്തിയായിക്കൊണ്ടിരിക്കുക. നമ്മുടെ ചെറുതോണി ടൗണിൽ തന്നെയുള്ള പാലത്തിൻ്റെ വെൻവേകളൊക്കെ അടഞ്ഞിരുന്നു 2 അതെല്ലാം നീക്കം ചെയ്തു. ജലം നല്ല നിലയിൽ പോകുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. താഴേക്കുള്ള ചപ്പാത്തുകളും പാലങ്ങളും എല്ലാം നിരീക്ഷിക്കുകയും അവിടെ ചെയ്യേണ്ട കാര്യങ്ങളിലെ മുന്നൊരുക്കങ്ങളും ഒക്കെ നടത്താൻ ഇപ്പോൾ നമുക്ക് നിലവിൽ സാധിച്ചിട്ടുണ്ട്. ശരി, ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീ സി വി വർഗീസ്, CPIM നേതാവ്. ശ്രീ സി വി വർഗീസ്, KSEB ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് പരമാവധി നിറയട്ടെ, സംഭരണശേഷിയുടെ അടുത്തുവരെ എത്തുന്ന ഘട്ടത്തിൽ ആലോചിക്കാം ഷട്ടർ തുറക്കുന്നതിനെക്കുറിച്ച് എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുന്നു. അതായത് ഇനി ഒരു 2 അടിയോ 3 അടിയോ കൂടി ഉയർന്നാൽ പോലും ഷട്ടർ ഉയർത്തുകയോ ട്രയൽ റൺ നടത്തുകയോ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. 24 മണിക്കൂറും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് ആ നിലയ്ക്ക് പുരോഗമിക്കട്ടെ. ഇപ്പോൾ വെള്ളം വരുന്നതിൻ്റെ അളവ് കുറയുന്നുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് തന്നെയാണോ ഇപ്പോൾ വേണ്ടത്? എന്താണ് താങ്കളുടെ അഭിപ്രായം? ഒന്ന്, ഗവൺമെൻറ് എടുത്തിട്ടുള്ള ഈ കാര്യത്തിൽ വളരെ ഗൗരവമായിട്ടുള്ള മുൻകരുതൽ ഈ കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം 97-ലും ഇതിനു മുമ്പ് 2 പ്രാവശ്യവും ഡാം തുറന്നു വിടുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സാങ്കേതികമായ ഒട്ടേറെ പുരോഗതി നമുക്ക് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 പ്രാവശ്യവും നവംബർ മാസത്തിലാണ് ഡാം തുറക്കാനിടയായിട്ടുള്ളതെങ്കിൽ ഈ പ്രാവശ്യം തീർച്ചയായും മഴക്കാലം ഏറ്റവും കൂടുതൽ വെള്ളം മഴ ഏറ്റവും കൂടുതലുള്ള സന്ദർഭത്തിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിനു മുമ്പ് മറ്റൊരു സന്ദർഭത്തിൽ ഇവിടെ ഗവൺമെൻറ് കഴിഞ്ഞ LDF ഗവൺമെൻറ് അധികാരത്തിലിരുന്ന ഘട്ടത്തിൽ AK ബാലൻ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സന്ദർഭത്തിൽ 2401 വരെ 2401 അടി വരെ വെള്ളം ഈ ഡാം നിറഞ്ഞിട്ടും അന്ന് ഡാം തുറന്നു വിട്ടിരുന്നില്ല. അപ്പോൾ പിന്നെ സ്വാഭാവികമായും അതിനനുസരിച്ചിട്ടുള്ള ഗവൺമെൻറ് സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 97 വരെ ആയാൽ തുറക്കുന്നതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ആലോചിക്കുമ്പോഴും ഇനി സ്വാഭാവികമായും വരുന്നത് വിസ്തൃതി, ഡാമിൻ്റെ വിസ്തൃതി അനുസരിച്ച് കൂടുതൽ മേഖലകളിലേക്ക് കൂടുതൽ വെള്ളം നിറയുന്നത് മാത്രമേ ഈ പറയുന്ന 3 അടിയുടെ കൂടി ഉയർന്നു വരാൻ വേണ്ടി കഴിയുന്ന സാധ്യതയുള്ളൂ.
അപ്പോൾ സ്വാഭാവികമായും ഇന്ന് ഗവൺമെൻറ് സ്വീകരിച്ചുള്ള സമീപനം. മറ്റൊരു കാര്യം, ഈ കാര്യത്തെ സംബന്ധിച്ച് ഗവൺമെൻറ് വളരെ ഗൗരവമായി ചർച്ച നടത്തി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. വൈദ്യുതി വകുപ്പ് മന്ത്രി തന്നെ കളക്ട്രേറ്റിൽ വന്ന് സാങ്കേതിക വിദഗ്ധന്മാരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായി ചർച്ച ചെയ്ത് എല്ലാവിധമായ സാധ്യതയെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ടൊരു സമീപനമാണ് സ്വീകരിച്ചത്. ശരി, അതുമാത്രമല്ല, ഇടുക്കി ഡാം തുറന്നു വിടുമ്പോൾ ഇതിന് 2 തവണ ഇതിനു മുമ്പ് തുറന്നു വിടുന്ന ഒരു അന്തരീക്ഷത്തിന് സാഹചര്യത്തിലേക്ക് ഇപ്പോൾ എത്തുന്നുണ്ട്. അന്ന് തന്നെ തുറന്നു വിട്ടതിനേക്കാൾ കൂടുതലുള്ള ഒരുപാട് സാങ്കേതികമായ സംവിധാനങ്ങളെല്ലാം തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ വരാം, ഞാൻ അങ്ങയിലേക്ക് വരാം. മറ്റതിഥികളിലേക്ക് കൂടി, വിദഗ്ധരിലേക്ക് കൂടി പോയതിനു ശേഷം ഡോക്ടർ അഭിലാഷ്, ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് പോലെ 2401 അടിയിലേക്ക് വെള്ളം വന്നത് ഈ സമീപകാലത്ത് 5 വർഷം മുൻപ് നമ്മുടെ ഓർമ്മയിലുണ്ട്. അപ്പോൾ ഡാം തുറന്നിരുന്നില്ല. ഇപ്പോൾ ഇനിയൊരു 4-5 അടി കൂടി ഉയരുക എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ സംസ്ഥാനത്ത് 5 ദിവസം മഴ ഉണ്ടാകും എന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നു. അപ്പോൾ വൃഷ്ടിപ്രദേശത്ത് മഴ പെയ്താൽ സാധാരണഗതിയിൽ വെള്ളം കൂടുതൽ എത്തുമെന്ന് നമുക്ക് ഊഹിക്കേണ്ടി വരും. എന്താണ് നടക്കുന്നത്? ഇത് ശരിയായ രീതിയാണ്? 2401 മറ്റോ ആവട്ടെ, അതുവരെ കാത്തിരിക്കണം എന്നുള്ളതാണോ താങ്കളുടെ അഭിപ്രായം? അല്ല, ഇതിൽ ഇടുക്കി ഡാമിൻ്റെ കാര്യം മാത്രമാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ മറ്റ് പല ഡാമുകളും ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞ് എല്ലാം ഷട്ടറുകൾ പൊക്കി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇടുക്കിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കൂടുതലും നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ അടുത്ത സമീപ കാലത്തെങ്ങും നമ്മൾ അഭിമുഖീകരിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു മൺസൂൺ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സ്വാഭാവികമായും 1992 സമാനമായുള്ള രീതിയിൽ കേരളത്തിൽ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ 2013 2401 അടി വെള്ളം എത്തിയപ്പോഴും തുറന്നില്ല. അത് ഒരു പക്ഷേ ഇപ്പോഴും ഗവൺമെൻറ്, അതായത് നമ്മുടെ ഭരണ സംവിധാനങ്ങളെല്ലാം, ഈ നമ്മുടെ റോഷി അഗസ്റ്റിൻ സാറായാലും നമ്മുടെ MLA-മാരെല്ലാം അതുപോലെ തന്നെ മന്ത്രിമാരെല്ലാം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അത് ഈ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചപ്പോൾ ഒരു ഹൈപ്പൊക്കെ ഉണ്ടായി എന്ന് പറയുന്ന പോലെ തന്നെ ഈ അതിൽ ഉദ്യോഗസ്ഥരെ മുഖവിലേക്ക് എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അവരുടെ കോൺഫിഡൻസ് ആണ്. ഈ ഇടുക്കി അണക്കെട്ടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഒരു അണക്കെട്ടിൻ്റെ വാട്ടർ മാനേജ്മെൻ്റ് ഉണ്ട്. ഇടുക്കി അണക്കെട്ടിനെ സംബന്ധിച്ച് വാട്ടർ മാനേജ്മെൻറ്റ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ പെയ്ത് അത് എത്ര സമയമെടുത്ത് നമ്മുടെ ഈ കാച്ച്മെൻറ്റ് ഏരിയയിലെത്തും, അതാണ് ഒരു കണക്ക്. അതോടൊപ്പം തന്നെ ഈ അണക്കെട്ടിലെ സംഭരണശേഷി, അതായത് വാട്ടർ ലെവൽ, അത് എങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇടുക്കിക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സ്വാഭാവികമായ സിസ്റ്റമുണ്ട്. കാരണം നമ്മളത് പവർ ജനറേഷന് വേണ്ടി അത് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഇൻഫ്ലോ അതുപോലെ നിലനിൽക്കുകയില്ല. വൃഷ്ടിപ്രദേശത്ത് നാളെയും മറ്റന്നാളുമായിട്ട് മഴ ലഭിച്ചാൽ പോലും ഇത് ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ഒരു ഔട്ട്ഫ്ലോയും കൂടെ ഉണ്ട്, അതൊരു നോർമലായിട്ടുള്ള. അപ്പോൾ ഇത് രണ്ടും കൂടെ ആ ഒരു ബാലൻസിങ് തെറ്റുന്ന ഒരു നിലയിൽ മാത്രമേ ഇതൊരു ഫ്ലഡ് വാട്ടർ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫ്ലഡ് ഗേറ്റ് തുറക്കേണ്ടി വരികയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ KSEBിയിലെ ഉദ്യോഗസ്ഥർ അവരുടെ കോൺഫിഡൻസ് ആണിത്. ഇപ്പം അവരുടെ കോൺഫിഡൻസ് വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത് ഇപ്പം ഷട്ടർ തുറക്കാതെ തന്നെ ഒരു പക്ഷേ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഈ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനങ്ങളുടെ പ്രകാരം ഒരു 1-2 വരെയാണ് ശക്തമായ മഴ പറയുന്നത്. അതിനുശേഷം ഒരു 3-4 ദിവസം ഒരു പക്ഷേ മഴ മാറി നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പം നമുക്ക് ഈ ലഭിച്ച മഴ യൂസ്ഫുള്ളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഡാമുകൾ കിട്ടുന്നത് അതിനു വേണ്ടിയാണല്ലോ. നമ്മൾ മഴ ലഭിക്കുന്ന സമയത്ത് അത് ഒഴുക്കിക്കളയാതെ മാക്സിമം അതിനെ പൊട്ടൻഷ്യൽ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ള അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും അതിൽ കേപ്പബിളായിട്ടുള്ള ഉദ്യോഗസ്ഥർ അവിടെ KSEBിയുടെയും അതുപോലെ ജലവിഭവ വകുപ്പിൻ്റെയും ഉദ്യോഗസ്ഥർ എടുത്തിട്ടുള്ള തീരുമാനമാണ്. അതിനോടൊപ്പം തന്നെ ഭരണകൂടം എടുത്തിട്ടുള്ള തീരുമാനം. അതൊരു അവരുടെ കോൺഫിഡൻസ് ആണ്. അത് നമ്മൾ എന്താ പറയുന്നത്, അതിൽ പ്രായോഗികമായിട്ടുള്ള പ്രവർത്തന പരിചയം, എത്രത്തോളം വെള്ളം അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. കാരണം നീരൊഴുക്ക് കുറയുന്ന ഒരു അവസ്ഥയാണ്. റേറ്റ് 0.02 പെർ അവർ ആണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ പിന്നെ 0.5 അടിയാണ്. പക്ഷെ അത്രയും തന്നെ നമ്മൾ യൂസ് ചെയ്താൽ ഇറ്റ് ഹാസ് ടു ബി ബാലൻസ്ഡ്. ശരി, അതാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ C. ജയകുമാർ, അനിതര സാധാരണമായൊരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത വണ്ണമുള്ള മഴ കിട്ടുന്നു എന്നുള്ളതാണ്. അതിവർഷമാണ് എന്ന് തോന്നുന്നു. ആ നിലയ്ക്ക് ഇതിപ്പോൾ കക്കി ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മലമ്പുഴ നാളെ തുറക്കുകയാണ്.
സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, അത് തിരുവനന്തപുരമായാലും കണ്ണൂരായാലും കൃഷിനാശം ഉണ്ടാകുന്നു. ഇങ്ങനെ മഴയുടെ ഒരു കെടുതി കേരളം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ നമ്മൾ ശരിയായ വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? നല്ല നിലയ്ക്കുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ, ദുരിതാശ്വാസമാകട്ടെ ദുരന്ത നിവാരണമാകട്ടെ, മുന്നോട്ട് പോകുന്നതായാണോ വിലയിരുത്തൽ? അഭിലാഷ്, തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മൾ കേരളത്തിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഈ അതിവൃഷ്ടി എന്ന് ഞാൻ പറയില്ല. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഈ കിട്ടിയിട്ടുള്ള മഴ ഏകദേശം നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്ന മഴയോട് അടുത്തുള്ള മഴയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ നമുക്ക് ഇത്തവണ ഫ്ലഡിങ് എന്നുള്ളത് വലിയൊരു ഇഷ്യൂ ആണ്. ആ ഫ്ലഡിങ്ങിനോട് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ പ്രതികരിക്കുന്നത് മതിയായ രീതിയിലാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും വളരെ മോശമായ രീതിയിലാണ് കൊടുക്കേണ്ടത്. നമ്മൾ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും അവർക്ക് വെള്ളം എത്തിക്കുന്ന കാര്യത്തിലാണെങ്കിലും അതിലൊക്കെ ഒരുപാട് പരിമിതികളും പരാജയങ്ങളും തെറ്റുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇടുക്കിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ട് തന്നെയുള്ള ഒരു, കാരണം അതിൽ ഡാറ്റ വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് തന്നെ ആ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ അവർ വളരെ കൃത്യമായിട്ടുള്ളൊരു മാനേജ്മെന്റാണ് മുന്നോട്ട് പോകുന്നത്. ഒന്ന്. രണ്ട്, എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോരുത്തരും അറിയേണ്ട ഒരു കാര്യമുള്ളത്, ഒഴുകിപ്പോകുന്ന ഓരോ ലിറ്റർ വെള്ളവും പൈസയാണ്. കാരണം അത് ജനറേറ്റ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റിയാണ്. ആ ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അണക്കെട്ട് കെട്ടുമ്പോൾ, ഇടുക്കി അണക്കെട്ടിന്റെ ആദ്യ ഡെഡിക്കേഷൻ കഴിഞ്ഞിട്ടുള്ള പത്രവാർത്ത സ്പെഷ്യൽ സപ്ലിമെന്റ് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിട്ടുള്ളത് 2.5 മൺസൂൺ മഴവെള്ളം ശേഖരിക്കാൻ കഴിവുള്ള അണക്കെട്ടാണെന്നാണ്. അപ്പൊ 2.5 മൺസൂൺ വെള്ളം ശേഖരിക്കാൻ കഴിവുള്ള ഒരു അണക്കെട്ടിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. നമ്മളിപ്പോൾ വേവലാതിപ്പെടേണ്ടത് കേരളത്തിലെ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ വെള്ളം കയറി ജീവിതങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള, ജീവിതങ്ങളിൽ ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഏകദേശം ഗവൺമെന്റ് കണക്കുകൾ 2 ലക്ഷം എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ നമ്മൾ അനൗദ്യോഗികമായിട്ടൊക്കെ നോക്കുകയാണ് ഏകദേശം 6 ലക്ഷത്തിലധികം ആൾക്കാർ ഫ്ലഡ് ഇമ്പാക്റ്റഡ് ആണ്. അവരുടെ ജീവിതങ്ങളിലേക്ക് ഒരുപാട് സഹായങ്ങൾ ആവശ്യമുണ്ട്. നമ്മൾ ഈ ഇടുക്കിക്ക് ഒരു ഹൈപ്പർ അറ്റൻഷൻ കൊടുക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇടുക്കിയേക്കാളും വലിയ പ്രശ്നങ്ങൾ കേരളത്തിൽ മഴയായിട്ട് സംബന്ധിച്ചിട്ടും ഫ്ലഡായിട്ടും ഇന്ന് ഒരുപാടുണ്ട്. അതിനെ പരിഹരിക്കുന്നതിൽ ഒരുപാട് പോരായ്മകളും പ്രശ്നങ്ങളും ഉണ്ട്. ഇടുക്കിയുടെ കാര്യത്തിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോണിലാണ് നമ്മൾ നിൽക്കുന്നത്. റൈറ്റ്, അതാണ് ശ്രീ MP മനോജ്. കേരളം ഒരു പ്രത്യേക സാഹചര്യത്തെ നേരിടുകയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാകുന്നു. നിരവധി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടി വരുന്നു. ആ പ്രശ്നം നമ്മൾ അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കെ തന്നെ മലയോരത്ത് ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടാകുന്നു. അവിടങ്ങളിലുള്ള ഡാമുകൾ സംഭരണശേഷിയോട് അടുക്കുന്നു. ഡാമുകൾ തുറന്നു വിടേണ്ടി വരുന്നു. നദികൾ സ്വാഭാവികമായും കരകവിഞ്ഞൊഴുകും. അതിൻ്റെ ചുറ്റിലുമുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരുന്നു. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ മേഖലകളിലും, മലയോരങ്ങളിലും ഇടനാട്ടിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഒരേപോലെ ഇത്തവണ ഈ മൺസൂണിൻ്റെ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തവണ ഇങ്ങനെ മഴയോ എന്ന് ആളുകൾ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിലുള്ള ഒരു ശാസ്ത്രീയമായ വശം? മഴ സ്വാഭാവികമായി ഒരു കൊല്ലം കൂടിയാൽ മറ്റൊരു കൊല്ലം കുറയുക, ഇങ്ങനെ ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാവാറുണ്ട്. സാധാരണ രീതിയിൽ അത് ശാസ്ത്രീയമായി ഒരു ഇന്റർ ആനുവൽ വേരിയബിലിറ്റി എന്നാണ് നമ്മൾ പറയുക. ഓരോ കൊല്ലത്തിനനുസരിച്ച് മാറുന്ന മഴയുടെ ആ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ ചില കൊല്ലങ്ങളിൽ അത് നമ്മുടെ കൈവിട്ടു പോകുന്ന അവസ്ഥയുണ്ട്, ഫ്ലഡ് ഇയർ ആവാം. ചിലപ്പോൾ അത് വരൾച്ചയാവാം. ഇപ്പോൾ 2015-16 കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടതാണ്. അടുപ്പിച്ച് 2-3 കൊല്ലത്തോളം വരൾച്ചയായിരുന്നു. അതിനുശേഷം 2013 പോലെ ഏതാണ്ട് 2018 ഇപ്പോൾ നല്ലൊരു അതിവൃഷ്ടിയുടെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രകൃതിയിൽ തന്നെ സ്വാഭാവികമായി ഉണ്ടാകുന്ന മഴയുടെ ഒരു മാറ്റമുണ്ട്. അതിനെയാണ് നമ്മൾ നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയായുള്ള വ്യതിയാനം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവർക്കും അറിയുന്ന രീതിയിലുള്ള ആഗോളതാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ലാർജ് സ്കെയിലായിട്ടുള്ള, അതായത് കേരളം അല്ലെങ്കിൽ ഇന്ത്യയുടെയോ ഭൂപ്രകൃതിക്കും അപ്പുറമുള്ള എന്തെങ്കിലും സമുദ്രത്തിലെ മാറ്റങ്ങളോ അന്തരീക്ഷത്തിലെ മാറ്റങ്ങളോ ഒക്കെ ഈ മഴയുടെ പാറ്റേണിനെ ബാധിക്കാറുണ്ട്. ഇത് രണ്ടും കൂടി സംയുക്തമായിട്ട് ചേരുമ്പോഴാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന രീതിയിലുള്ള ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്. അതിൽ ഇപ്പോൾ 2018 മാത്രം അത് കാലാവസ്ഥാ വ്യതിയാനമാണ് എന്ന് നമുക്ക് ഒരാൾക്കും ഉറപ്പിച്ചു പറയുവാൻ സാധിക്കില്ല. പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് പറയുമ്പോൾ ശാസ്ത്രജ്ഞർ ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ലഭിക്കുന്ന ശരാശരി മഴയുടെ അല്ലെങ്കിൽ കിട്ടുന്ന ഇപ്പോൾ ഒരു 50 കൊല്ലം അല്ലെങ്കിൽ 30 കൊല്ലം മുമ്പ് കിട്ടിയിരുന്ന ആകെ മഴയുടെ തോത് വലിയ തോതിലൊന്നും കുറയുന്നില്ല എങ്കിൽ കൂടിയും
ചില കൊല്ലങ്ങളിൽ അത് എക്സ്ട്രീം ഫ്ലഡ് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്കും അതുപോലെ എക്സ്ട്രീം ഡ്രൗട്ട് എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്കും മാറി വരാം. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഫ്ലഡ്, ഡ്രൗട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ മാറി മാറി വരുമ്പോൾ അത് തന്നെയാണ് ഒരുപക്ഷെ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഏറ്റവും വലിയൊരു സൂചനയായി നമ്മൾ കണക്കിലെടുക്കേണ്ടത്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരിച്ച് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് ഒരു ചെരിവുള്ളതുകൊണ്ട് കിഴക്കൻ മലയോര മേഖലകളിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വെള്ളം ഒരു 4-5 മണിക്കൂർ കൊണ്ട്, ചിലപ്പോൾ അതിനേക്കാൾ കുറവ് സമയത്തിനുള്ളിൽ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക്, അതായത് ഇടനാടിലേക്കും അതുപോലെ തീരപ്രദേശത്തിലേക്കും എത്തുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ കേരളം നമുക്ക് ഒരു പരിധി വരെ ഈ ഒരു സംഭവം ശാസ്ത്രീയമായി പറഞ്ഞാൽ അത് ഒരു ക്ലൈമറ്റ് വേരിയബിലിറ്റിയാണ് എന്ന് നമുക്ക്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഭാഗമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ടില്ല. പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് കരുതിയിരിക്കണം. അതുപോലെ തന്നെ ഇത്തരം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ അതിനെ നമ്മൾ നേരിടുവാൻ സജ്ജമായിരിക്കണം എന്നുള്ളതാണ് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. കാരണം നമുക്കറിയാം, പണ്ടൊക്കെ മഴവെള്ളം ഇപ്പോൾ ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മൾ വ്യാപകമായി അടിക്കാടുകൾ വെട്ടി നശിപ്പിക്കാറുണ്ട്. ഇത് മണ്ണിൽ ജലത്തിൻ്റെ ആഗിരണശേഷിയെ അത് ബാധിക്കുകയും മഴ പെയ്യുന്ന വെള്ളം പെട്ടെന്ന് തന്നെ താഴേക്ക് ഒഴുകി പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ നമ്മൾ വനനശീകരണം എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും വിചാരിക്കുക വലിയ മരങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ അടിക്കാടുകൾ കൂടി ഈ മണ്ണിലേക്കുള്ള ഇൻഫിൽട്രേഷൻ, വെള്ളം ഭൂമിക്ക് അടിയിലേക്ക് കിനിഞ്ഞിറങ്ങുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പശ്ചാത്തലം കൂടി നമ്മൾ ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ഭൂവിനിയോഗത്തിൽ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളുണ്ട്. ജലത്തിന് അതിന് കഴിയുന്നതിന് വേണ്ടിയിട്ടുള്ള, സംഭരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമൊന്നും നിലവിലില്ല. പല രീതിയിലുള്ള നികത്തലുകളും കയ്യേറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യം അനുസരിച്ച് ഓരോ ജില്ലയ്ക്കും അല്ലെങ്കിൽ ഓരോ ഭൂപ്രകൃതി അനുസരിച്ച് തന്നെയുള്ള വികസന നയങ്ങളാണ് നമ്മൾ ഇനിയെങ്കിലും കൊണ്ടുവരേണ്ടത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള സന്ദേശം ഇത് നൽകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഡോക്ടർ അഭിലാഷ്, മറ്റൊരു കാര്യമുള്ളത്, ഈ തവണ ഈ സാമുദ്രിക പ്രതിഭാസങ്ങളുടെ ഒരു ചെയിൻ, അതായത് നിരന്തരം ഡിപ്രഷനുകളോ സൈക്ലോണുകളോ രൂപം കൊള്ളുക, അതിൻ്റെ പ്രതിഫലനം ഇവിടെ ഉണ്ടാവുക എന്നുള്ള ഒരു കാര്യം കൂടി സംഭവിച്ചിട്ടില്ലേ? തീർച്ചയായും അഭിലാഷ്, അത് നമ്മൾ വേൾഡ് ഈ കാലാവസ്ഥാ വ്യതിയാനം മനോജ് കുറേ കാര്യങ്ങൾ അതിൽ സൂചിപ്പിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഈ 2018 തന്നെ എടുത്തു കഴിഞ്ഞാൽ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു ഏറ്റവും വലിയ സൂചന എന്ന് പറയുന്നത് ചില ഭാഗങ്ങളിൽ, ഇപ്പം കാലിഫോർണിയ, ഗ്രീസ് അതുപോലുള്ള കൺട്രീസിൽ അവിടെ എന്താ പറയുന്നത്, അവിടെ ഫയറാണ്, ഫോറസ്റ്റ് ഫയറാണ്. അവിടെ കടുത്ത വേനൽ വരൾച്ച അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലം കാലിഫോർണിയയിലും അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിലും അതുപോലെ യൂറോപ്പിൻ്റെ കുറേ ഭാഗങ്ങളിലും ഈ സമ്മറിൽ ദിസ് ഈസ് സമ്മർ സീസൺ. അതോടൊപ്പം തന്നെ ഇന്ത്യ പോലുള്ള സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ ലാവോസിലൊരു അണക്കെട്ട് പൊട്ടി. അതുപോലെ ജപ്പാനിൽ നമ്മളെക്കാളിലും ഒക്കെ ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺട്രിയാണ് ജപ്പാൻ. ഒരുപക്ഷെ യാദൃശ്ചികമായിരിക്കും, ജപ്പാനിൽ കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കൊച്ചിയിലും വെള്ളം പൊക്കിയപ്പോൾ ജപ്പാനിലും കൊച്ചിയിലാണ് വെള്ളം പൊങ്ങിയത്. അത് മറ്റേ കൊയോറ്റോ, ഒസാക്കയുടെ വെസ്റ്റ് ഭാഗത്ത് വരുന്നത്. അപ്പോൾ വെള്ളപ്പൊക്കം കൊണ്ട് ജപ്പാനിൽ 100 പേര് ആ സമയത്ത് മരിച്ചു, ജൂലൈ ഫസ്റ്റ് വീക്കിൽ. അതുപോലെ തന്നെ ഈ ടൈഫൂൺ ഒരെണ്ണം ഇപ്പം വന്നടിച്ച് ജപ്പാൻ. അപ്പോൾ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ആ ഒരു നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് രണ്ടും സൂചിപ്പിക്കുന്നത്. ഒരു സ്ഥലത്ത് ആൾക്കാർ വരൾച്ച മൂലം കഷ്ടപ്പെടുമ്പോൾ മറുഭാഗത്ത് പ്രളയം കൊണ്ട് നമ്മൾ പൊറുതിമുട്ടുന്നത്. ഇത് 2 എക്സ്ട്രീമാണ്. ഈ 2 എക്സ്ട്രീമും ഒരേ വർഷം തന്നെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നതിന് അത് കാലാവസ്ഥാ വ്യതിയാനം ഒരു റിയാലിറ്റി, യാഥാർത്ഥ്യമാണെന്ന് പറയാനുള്ള ഏറ്റവും വലിയ ഒരു എക്സാമ്പിളാണ് ഈ 2018 എന്ന് പറയുന്നത്. അത് നമ്മളെ സംബന്ധിച്ച് മനോജ് സൂചിപ്പിച്ചു. ഇത് മൺസൂൺ എന്ന് പറയുന്ന ഒരു ഇൻട്രാനുവൽ വേരിയബിലിറ്റി, ഒരു മൺസൂണിൻ്റെ ഒരു ഇൻഹറൻറ്റ് വേരിയബിലിറ്റി ഉണ്ട്. ചില വർഷങ്ങളിൽ മൺസൂൺ 2016 മൺസൂൺ നമ്മുടെ കേരളം അനുഭവിച്ച ഏറ്റവും വലിയ വരൾച്ചക്കാലമായിരുന്നു 2016. അതിനുശേഷം 2018 എത്തിയപ്പോഴത്തേനും കേരളം കണ്ട, സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിലേക്ക് നമ്മൾ 2 വർഷം കൊണ്ട് ആ സിറ്റുവേഷൻ അതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം എന്ന് പറയുന്നത്. 2 എക്സ്ട്രീമും ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ
ചെറിയ ഫ്രീക്വൻസിയിൽ പണ്ട് ഒരു 10 വർഷം 20 വർഷം കഴിഞ്ഞു വരുന്ന ഓരോ ഈ രണ്ട് സാഹചര്യങ്ങൾ ഇടവേളകളിൽ ഈ വർഷം ഈ ഫ്ലഡ് കഴിഞ്ഞിട്ട് ഈ മഴയൊന്നും നമ്മൾ നേരെ സംഭരിക്കുന്നില്ല. ഇത് അറബിക്കലിലേക്ക് ഒഴുകിപ്പോയാണ്. നമ്മൾ ഒരു വരൾച്ച കാലഘട്ടത്തിലേക്ക് പോകും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ മടങ്ങിയെത്താം ഒരിക്കൽ കൂടി ഇടുക്കിയിലേക്ക്. ശ്രീ റോഷി അഗസ്റ്റിൻ MLA, ഇവിടെ KSEBയുടെ വിദഗ്ധരായ എഞ്ചിനീയർമാർ വിലയിരുത്തിയതുപോലെ ഇത് മാനേജ് ചെയ്യാം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, അണക്കെട്ട് തുറക്കാതെ തന്നെ. പക്ഷേ എന്നാലും നമ്മൾ കരുതേണ്ട ഒരു സാഹചര്യമുണ്ടല്ലോ. ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് മഴ തുടരുമെന്നാണ്. അങ്ങനെ അതിവൃഷ്ടി ഉണ്ടാവുക, ഈ അണക്കെട്ടുമായി ബന്ധപ്പെടുന്ന വൃഷ്ടി പ്രദേശങ്ങളിൽ കൂടുതൽ മഴ പെയ്ത് കൂടുതൽ വെള്ളം ഒഴുകിയെത്തുക എന്നുള്ളൊരു സാഹചര്യത്തെ നമുക്ക് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ സുഗമമായി ഈ ഷട്ടർ തുറന്നാൽ വെള്ളം താഴേക്ക് വരുന്ന ഇവിടെ ആലുവ വഴി കടലിലേക്ക് എത്തുന്ന വിധത്തിൽ കാര്യങ്ങളെല്ലാം ശരിയായിട്ടുണ്ടോ? അങ്ങനെ നിയന്ത്രിതമായ രൂപത്തിൽ പെരിയാറിലൂടെ വെള്ളമൊഴുക്കി പോവുക, മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാകാതിരിക്കുക എന്നുള്ള നിലയിലേക്ക് പൂർണ്ണമായും കാര്യങ്ങൾ സജ്ജമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിയന്ത്രിതമായിട്ട് വെള്ളം ഒഴുകുന്നതിനുള്ള സാഹചര്യമാണുള്ളത്. മാത്രമല്ല നമ്മൾ ഇപ്പോൾ 40 സെൻറ്റിമീറ്റർ ആ നിലയിലെടുത്താണ് ആദ്യ പരിശോധനയ്ക്ക് തയ്യാറാകുന്നത്. അത് വന്നാൽ ഒഴുകുന്ന ഒരു ജലനിരപ്പിനെ കുറിച്ച് നമ്മൾ അവരുമായി സംസാരിച്ചു, ഒരു ധാരണയെത്തി. അപ്പോൾ ആ നിലയിൽ എത്രത്തോളം ജലനിരപ്പ് താഴേക്കുണ്ടാകാം, വാട്ടർ ലെവൽ വരും, അങ്ങനെ വരുന്ന പ്രദേശങ്ങളിൽ അതൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. 50-52 കുടുംബങ്ങളെയാണ് നമുക്ക് ആ നിലയിൽ മാറ്റേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇനി 50-ന് മുകളിലേക്ക് എടുത്താൽ എവിടം വരെ വരാം. ഈ 100-200 കുടുംബങ്ങളെയും അഫക്റ്റ് ചെയ്യപ്പെടുന്ന നിലയിലേക്ക് വെള്ളം വരേണ്ട ലെവൽ ഏത് തരത്തിലാണ് ആകുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും മെഷർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ക്രമീകരണങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ശരി, അതാണ് ക്രമീകരണങ്ങൾ സംബന്ധിക്കുന്നത് താങ്കളുടെ നിലപാട്. ശ്രീ വി വർഗീസ്, താങ്കളും ഇടുക്കിയിലെ ഒരു പൊതുപ്രവർത്തകനാണല്ലോ. എനിക്ക് അറിയേണ്ടത് ജനങ്ങൾ ഈ കാര്യത്തിൽ എത്രമാത്രം പ്രിപ്പയർഡ് ആണ് എന്നുള്ളതാണ്. അതായത് ഇടുക്കി എന്ന് പറയുന്നത് ധാരാളം അണക്കെട്ടുകളുള്ള ഒരു പ്രദേശമാണല്ലോ. പെരിയാറിൻ്റെ കൈവഴികളിൽ അല്ലെങ്കിൽ താഴേക്ക് വരുന്ന ഭാഗത്തൊരു വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് ഈ നിമിഷവും തള്ളിക്കളയാനാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ നിരന്തരം ഈ വിഷയം ഒരു പൊതുമാധ്യമത്തിലൂടെ ചർച്ചയായി വരുന്നത്. ഒന്ന്, ഇതിൻ്റെ സജ്ജീകരണങ്ങൾ പൂർണ്ണമാണോ എന്നറിയണം. 2, ജനങ്ങൾ അതിനോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടോ എന്നും അറിയണം. തീർച്ചയായിട്ടും. കാരണം ഒന്ന്, ഈ കാര്യത്തിൽ ഉദ്യോഗസ്ഥത്തിലും ജനപ്രതിനിധികളുടെ യോഗം ചേർന്ന് രാഷ്ട്രീയ പാർട്ടികളെല്ലാം കക്ഷി രാഷ്ട്രീയത്തെ അതീതമായി എല്ലാവരും ചേർന്ന് ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു ഭിന്നഭിപ്രായങ്ങളോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇവിടെ സംശയം തോന്നുന്ന രൂപത്തിലോ ഒരു നിലപാട് സ്വീകരിച്ചില്ല. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാകുന്നത് ഏതെങ്കിലും രൂപത്തിലുള്ള എന്തെങ്കിലുമുള്ള ഒരു മുൻകരുതൽ എടുക്കാതിരിക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു അപകടകരമായ സ്ഥിതി ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ്. ഇതങ്ങനെ പ്രശ്നമില്ല. കാരണം ഒന്ന്, ട്രയൽ നടത്തേണ്ട സാഹചര്യത്തെ സംബന്ധിച്ചുണ്ടെങ്കിൽ അതിന് മുന്നറിയിപ്പ് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 2, അങ്ങനെ ഡാം തുറക്കുകയാണെങ്കിൽ അതിനാവശ്യമായ മുന്നറിയിപ്പ് വളരെ കൃത്യമായി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 3, അങ്ങനെ ഡാം തുറന്നു വിട്ടാൽ അത് പകൽ സമയങ്ങളിൽ മാത്രമേ തുറക്കുകയുള്ളൂ, രാത്രി കാലങ്ങളിൽ തുറക്കുന്ന സ്ഥിതി ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഗവൺമെൻറ്റുകൾക്ക് ജനങ്ങൾക്ക് യാതൊരുവിധ ഭീതി ഉണ്ടാവേണ്ടതുള്ള ഒരു സാഹചര്യമില്ലാത്ത രൂപത്തിൽ വളരെ ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ മിഷറിയും നല്ലതുപോലെ കൂട്ടിയോജിപ്പിച്ച് പ്രവർത്തനം നടത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശങ്കയില്ല എന്നുള്ളതാണ് താങ്കളുടെയും അക്കാര്യത്തിലെ നിലപാട്. ശ്രീ സി ജയകുമാർ, ഇതിപ്പോൾ ഇടുക്കിയിലെ ഈ അണക്കെട്ട് എന്നുള്ളത് മാത്രമല്ല, ഈ ചെറുതോണിയുടെ ഷട്ടർ തുറന്നാൽ അതിൻ്റെ ഡൗൺ സ്ട്രീമിലുള്ള ബാക്കിയുള്ള അണക്കെട്ടുകൾ കൂടിയുണ്ടല്ലോ. ലോവർ പെരിയാറിലേക്ക് വലിയ തോതിൽ ഈ അവശിഷ്ടങ്ങൾ, വൃക്ഷങ്ങളും അതുപോലെ മണ്ണ് തുടങ്ങിയ കാര്യങ്ങൾ അടിഞ്ഞ് ഇപ്പോൾ തന്നെ അത് 40% ഫില്ലാണ്. അത് 70% ഈ മരവും മറ്റുമൊക്കെ വന്ന് അടിയാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പുണ്ട്. അതിന് താഴേക്ക് ഇങ്ങോട്ട് ഇടമലയാർ, ഇങ്ങനെ ഡാമുകളുടെ ഒരു ചെയിൻ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് ഇടുക്കി പോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടാൽ, നിയന്ത്രിതമായ അളവിലാണെങ്കിൽ പോലും വെള്ളം തുറന്നു വിടുന്നത് താഴെ എങ്ങനെ എത്തും, അതൊരു വെള്ളപ്പൊക്കത്തിലേക്ക് തന്നെ നദി കരകവിഞ്ഞൊഴുകി ആ സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് പ്രയാസകരമാകുന്ന വിധത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക ഉള്ളത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ശരിയാണ്, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട അണക്കെട്ടാണ്, ഏറ്റവും വലിയ ശ്രദ്ധ അവിടെ കൊടുക്കുന്നുണ്ട്. നമുക്ക് പൂർണ്ണമായും പറയാൻ കഴിയുമോ ഏറ്റവും ശാസ്ത്രീയമായ വിധത്തിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഈ പ്രക്രിയ നടക്കും എന്ന്? അഭിലാഷ്, എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഇതിൽ താങ്കൾ സൂചിപ്പിച്ചതാണ് ഇതിൻ്റെ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂ. കാരണം നമുക്കിപ്പോൾ
അണക്കെട്ടിൻ്റെ ഷട്ടർ തുറക്കുന്നത് ഏറ്റവും മാനേജബിൾ ആണ്. പക്ഷെ തുറന്ന് കഴിഞ്ഞ് താഴോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്കൊന്ന് ഇതിൽ ലോവർ പെരിയാർ വരേക്ക് നമ്മൾ കുറച്ച് പ്രിപ്പയർഡ് ആണ്. പക്ഷേ ലോവർ പെരിയാറിന് താഴോട്ട് നമ്മൾ തീരെ പ്രിപ്പയർഡ് അല്ല. അതാണ് ഏറ്റവും ഇതിൻ്റെ അകത്തുള്ള ഗ്രേ ഏരിയ ഉള്ളത്. തിരിച്ച് ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാകാൻ പോകുന്ന സ്ഥലങ്ങളിലൊന്ന് എറണാകുളമാണ്, പ്രത്യേകിച്ച് ഏലൂരാണ്. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായിട്ട് നമ്മൾ കരുതിയിരുന്ന ഏലൂരിൽ അവിടെ ഇന്ന് അടിഞ്ഞിട്ടുള്ള ടോക്സിക് മാലിന്യങ്ങളുടെ വലിയ ശേഖരമുണ്ട്. ടൺ കണക്കിന്, ലക്ഷക്കണക്കിന് ടൺ മാലിന്യങ്ങളുണ്ട്. അത് പൂട്ടിപ്പോയ ബിനാനി സിങ്ക് പോലുള്ള ഫാക്ടറികളിലുണ്ട്, പ്രവർത്തിക്കുന്ന ഫാക്ടറികളിലുള്ള മാലിന്യങ്ങളുണ്ട്. ഒരു ഫ്ലഡിങ് ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഈ വരുന്ന വെള്ളം ഒഴുകി വന്ന് വെള്ളം പൊങ്ങുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം കേരളത്തിൽ ഇടുക്കി കൊണ്ട് അനുഭവിക്കാൻ പോകുന്നത് ഏലൂരും എറണാകുളത്തുള്ള ആൾക്കാരായിരിക്കും. കാരണം അതിന് നമ്മൾ തീരെ പ്രിപ്പയർഡ് അല്ല. അതിൻ്റെ കാര്യത്തിൽ നമുക്ക് നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിക്കോ കേരള സംസ്ഥാന സർക്കാരിനോ ഒന്നും അറിയില്ല എന്നുള്ളത് വളരെ ഉറപ്പിച്ചെനിക്ക് പറയാൻ പറ്റും. കാരണം അതിൽ ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല, നമ്മൾ അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഇടുക്കിയായിട്ട് നമ്മൾ ചേർത്ത് സംസാരിക്കേണ്ടത്, വെള്ളം ഒഴുകി താഴോട്ട് വരികയാണെങ്കിൽ അത് സ്ലൂയിസ് ഗേറ്റ് തുറന്നിട്ടാണെങ്കിലോ അല്ലാതെ ഉണ്ടാകുന്ന മഴയിലുണ്ടാകുന്ന ഫ്ലഡിങ് കൊണ്ടാണെങ്കിലോ, മാത്രമല്ല എനിക്ക് മുന്നേ സംസാരിച്ച അഭിലാഷം മനോജ് സൂചിപ്പിച്ചൊരു കാര്യമുള്ളത്, എനിക്ക് തോന്നുന്നു അടുത്ത ഡ്രൗട്ട് നമുക്ക് ഫെബ്രുവരിക്ക് വരുന്നതിനും ഒരു 3-4 ഡിപ്രഷൻസും ഒരു ട്രോപ്പിക്കൽ സൈക്ലോണെങ്കിലും ഇത്തവണ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടിന്യൂസ് ഫ്ലഡ് വെള്ളത്തിന്റെ വാട്ടർ ലോഗിങ്ങിനെ അഭിമുഖീകരിക്കാനായിട്ട് ഏലൂര് ഒരു തരത്തിലും ഒരുങ്ങിയിട്ടില്ല. നമ്മുടെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പരിപൂർണമായിട്ടൊരു ഡിസാസ്റ്ററായിട്ട് മാറും അതിൽ കൂടുതൽ വെള്ളം വരികയാണെങ്കിൽ. നമുക്ക് അതിൻ്റെ ഡയമെൻഷൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാവുന്നത്, ഷട്ടർ പൊക്കിയാൽ നമുക്ക് 1,80,000 ക്യൂസെക് വെള്ളം ഒഴുക്കി വിടാൻ പറ്റും. അപ്പോൾ ഇൻഫ്ലോ 1,80,000 ഉണ്ടായിക്കഴിഞ്ഞാലും നമുക്കത് ഇപ്പോൾ ഉള്ള ലെവല് ഒരു അണക്കെട്ടിന് കുഴപ്പമില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഏലൂരിനെ കുറിച്ചോ അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്താണെന്നോ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് എറണാകുളത്ത് എങ്ങനെ ബാധിക്കുന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ജപ്പാനിലുള്ള ഫുക്കുഷിമ, നേരത്തെ അഭിലാഷ് ജപ്പാൻ പറയുന്നത്, ജപ്പാനിലെ ഫുക്കുഷിമ നമ്മുടെ മുന്നിൽ നല്ലൊരു ഉദാഹരണമാണ്. നമുക്ക് ഏലൂരിലുള്ള മാരക മാലിന്യങ്ങൾ എറണാകുളത്തിന് വിതയ്ക്കാൻ പോകുന്ന ദുരന്തത്തിനെ കുറിച്ച് ഒരു ഗ്രാഹ്യവുമില്ല. ആ ദുരന്തം വല്ലാതെ ആശങ്കപ്പെടുത്തുന്നത് നമ്മൾ വളരെയധികം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് എന്ന് തോന്നുന്നു. പെരിയാർ കരകവിഞ്ഞൊഴുകിയാൽ അതിൻ്റെ പ്രതിഫലനം പല ഇടങ്ങളിൽ പല തരത്തിലായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ശ്രീ എം പി മനോജ് ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. അത് ഇനിയും ഡിപ്രഷനുകളും സൈക്ലോണുകളും ഉണ്ടാകാനുള്ള സാധ്യത ഈ വർഷം തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇനിയും ധാരാളമായി മഴ പെയ്യും എന്നുള്ളൊരു സാധ്യതയുണ്ട്. മുൻകാലങ്ങളിൽ 92-ലാകട്ടെ അതിന് മുൻപ് 82-ലാകട്ടെ ഇടുക്കി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്ന സമയം എന്ന് പറയുന്നത് തുലാവർഷ സമയമാണ്. ഒക്ടോബർ-നവംബർ മാസങ്ങളിലാണ് ഏറ്റവും ഒടുവിലായി 92-ൽ ഷട്ടർ തുറന്നപ്പോൾ അതിനുള്ള സാഹചര്യം ഒരുക്കിയത്. പക്ഷേ ഇതിപ്പോൾ ഓഗസ്റ്റ് ആണ്, നാളെ ഓഗസ്റ്റ് തുടങ്ങുന്നതേ ഉള്ളൂ. ഇത് കാലവർഷമാണ്. മൺസൂൺ കാലത്ത് തന്നെ ഇങ്ങനെ ഒന്നും ഉണ്ടായി. അപ്പോൾ ഇതേമാതിരിയുള്ള മഴ ഈ വർഷം ഉടനീളം, അതായത് വേനൽക്കാലം തുടങ്ങുന്നത് വരെ ഈ നിലയ്ക്ക് നിന്നാൽ കാര്യങ്ങൾ കുറച്ചുകൂടി വേഴ്സ് ആവും. കാരണം ഇത്രയധികം അണക്കെട്ടുകളുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് നമ്മുടേത്. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉണ്ടോ? ഇപ്പോൾ തന്നെ കാലവർഷത്തിൽ തന്നെ ഇത് നിറയുന്നു. ഇനിയുള്ള വരുന്ന മാസങ്ങളിലും സമാനമായ വിധത്തിൽ മഴ കിട്ടിയാൽ കാര്യങ്ങൾ ഇങ്ങനെ ആകില്ല എന്ന അവസ്ഥയുണ്ടോ? പൂർണ്ണമായും നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കുകയില്ല. കാരണം ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് ജൂൺ ജൂലൈ മാസങ്ങളിൽ അതിശക്തമായി മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ മഴയുടെ തീവ്രത പൊതുവെ കുറയുന്നതായിട്ടാണ്. അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ വളരെയധികം ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ മറിച്ചാണ് എങ്കിൽ അസ്വാഭാവികമായിട്ടുള്ള ഏതെങ്കിലും സാഹചര്യത്താൽ നമുക്ക് ഈ വരുന്ന മാസങ്ങളിലും ഇതുപോലെ തന്നെ മഴ കനത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആശങ്കപ്പെടേണ്ടതുണ്ട്. കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കുമോ എന്നുള്ളത് വളരെ സംശയകരമായിട്ടുള്ളൊരു സാഹചര്യമുണ്ടാകും. ഈ പ്രാവശ്യം സംഭവിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്, നമുക്ക് ഈ പ്രാവശ്യം തന്നെ നല്ല രീതിയിലുള്ള വേനൽ മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മാർച്ച് ഒരു രണ്ടാമത്തെ ആഴ്ച മുതൽ തന്നെ കേരളത്തിൽ ശക്തമായ രീതിയിൽ ഒരു ഡിപ്രഷൻ വരികയും നല്ല രീതിയിൽ മഴ കിട്ടുകയും അതോടനുബന്ധിച്ച് ഡാമുകളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയുണ്ടാവുകയും ഡാം ഏകദേശം ഒരു 3/4 ഭാഗത്തോളമെങ്കിലും നിറഞ്ഞു കിടക്കുന്ന അവസ്ഥയാണ്. അതോടൊപ്പം ജൂൺ ജൂലൈ മാസങ്ങളിലെ മഴ കൂടി ചേർന്നപ്പോഴാണ് ഈ മൺസൂൺ മാസത്തിൽ തന്നെ എനിക്ക് തോന്നുന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്തരത്തിൽ ഡാം നിറയുന്ന ഒരു അവസ്ഥ സംജാതമായിട്ടുള്ളത്. അപ്പോൾ വരുന്ന ഓരോ മാസത്തിലും കാലാവസ്ഥാ നിരീക്ഷണം നമുക്കറിയാം, നമുക്കൊരു പരിധിയിൽ കവിഞ്ഞ് നിരീക്ഷണം അല്ലെങ്കിൽ പ്രവചനം സാധ്യമല്ല. 1-2 ആഴ്ച പരമാവധി പറയാം. അതിനപ്പുറം പറയുന്നത് ആക്യുറസി വളരെയധികം കുറഞ്ഞു പോകും.
അതുകൊണ്ട് അതാത് സമയത്തുള്ള കാലഘട്ടത്തിലുള്ള സ്ഥിതിവിശേഷങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് ഡാമിലെ വാട്ടർ റിലീസ് ചെയ്യുകയോ അല്ലെങ്കിൽ നമുക്ക് സംഭരിക്കാൻ പറ്റുമെങ്കിൽ സംഭരിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒക്കെ അതിൽ തുടർച്ചയായി നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശാവഹമായിട്ടുള്ള ഒരു കാര്യം. തീർച്ചയായും. ഡോക്ടർ അഭിലാഷ്, ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ സംബന്ധിച്ച്, പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ടെലിവിഷൻ ചാനലുകൾ ചർച്ച നടത്തുന്നത് തന്നെ ഇത് എത്രാമത്തെ തവണയാണ്, താങ്കളൊക്കെ അതിഥിയായി വരുന്നത് തന്നെ ഇത് എത്രാമത്തെ തവണയാണ് എന്ന് ഓർമ്മയുണ്ടാവുമല്ലോ. ഒരു 2 വർഷം മുമ്പോ 3 വർഷം മുമ്പോ അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഓഖി എന്ന സൈക്ലോണിക് സ്ട്രോമിൻ്റെ, അത് കരയിലല്ല എങ്കിൽ പോലും അതിൻ്റെ ദുരിതം ഏറ്റുവാങ്ങി. അതിനുശേഷം ഒരിക്കൽ കൂടി ഒരു സൈക്ലോണിക് ഡിപ്രഷൻ്റെ സാധ്യത മുന്നിൽ കണ്ട് അതിന് മുൻകരുതലെടുത്തു. ഇപ്പോൾ ഇതാ ആദ്യ വർഷവും. ഇത് ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ സമീപകാലത്തെ ഇങ്ങനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഇല്ല, അതിൽ എന്താണ് അതിൻ്റെ യഥാർത്ഥ കാരണമെന്ന് പറയുക ബുദ്ധിമുട്ടായിരിക്കും. പൊതുവേ എല്ലാവരും പറയുന്ന എന്ത് സംഭവിച്ചാലും പറയുന്ന പൊതുവെയുള്ള കൾപ്രിറ്റായ ആഗോള താപനം, കാലാവസ്ഥാ വ്യതിയാനം. അപ്പോൾ ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അത് പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ടില്ല നമ്മൾ. ഓക്കെ പറ്റിയൊക്കെ ഞങ്ങൾ കുറേ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോഴത്തെ ഈ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊതുവേ മൺസൂണിനെ നിയന്ത്രിക്കുന്ന കുറേ ടെലികണക്ഷൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻട്രാനുവൽ വേരിയബിലിറ്റിയെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്നത് നമ്മുടെ എൽനിനോ എന്ന് പറഞ്ഞ് പസഫിക്കിൽ നടക്കുന്ന പ്രതിഭാസങ്ങളാണ്. അപ്പോൾ എൽനിനോ മാറി നിൽക്കാൻ, ഇപ്പോൾ എൽനിനോ ന്യൂട്രൽ കണ്ടീഷനാണ്. ഏകദേശം ഈ മൺസൂൺ തീരുന്ന കാലം വരെയും എൽനിനോ ഇത് ന്യൂട്രൽ കണ്ടീഷനിലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടേ ഒരു പക്ഷേ അത് ഒരു എൽനിനോ കണ്ടീഷനിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ അതൊരു വലിയ ഘടകമായിരുന്നു നമ്മുടെ ഈ മൺസൂൺ മഴയെ സംബന്ധിച്ച ഒരു വലിയ ഘടകമാണ്. അപ്പം അതൊരു കാരണം. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഡാമിൻ്റെ സേഫ്റ്റിയെ പറ്റി സംസാരിക്കുമ്പം അതിനും ഡാം സേഫ്റ്റി ഇപ്പം നമുക്ക് ആശങ്കപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ലെങ്കിൽ പോലും ഈ കാലാവസ്ഥ പ്രതിഭാസങ്ങൾ ഡാം സേഫ്റ്റിയെ അല്ലെങ്കിൽ ഡാമിൻ്റെ ഓപ്പറേറ്റിംഗ് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ നോർമൽ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിനെ ഒക്കെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഈ ഡാം എന്ന് പറയുന്നത് നമ്മൾ വെള്ളം കെട്ടി നിർത്തുന്നത് ഈ വെള്ളം മഴ കൂടുമ്പം ഒഴുക്കി വിടാൻ വേണ്ടിയല്ല. ഇറ്റ് ഹാസ് ടു ബി സ്റ്റോർഡ്. അതായത് വെള്ളം സംഭരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡാം കെട്ടുന്നത്, അല്ലാതെ മഴ കൂടുമ്പോൾ ആ ഉള്ള വെള്ളം ഒഴുക്കി വിടുന്നതിന് വേണ്ടിയല്ല. അപ്പോൾ ഒരു ഡാം മാനേജ്മെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് അതിശക്തമായ വരൾച്ചയും അതുപോലെ തന്നെ മീൻസ് ഫ്ലഡിങ് സിറ്റുവേഷനും, ഈ 2 സിറ്റുവേഷൻസും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മാറ്റമായിട്ട് ഫ്രീക്വൻസി, അതായത് അതിൻ്റെ ഒക്കറൻസ് ഫ്രീക്വൻസി കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഡാമുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇതിനെ ഈ വരൾച്ചയെ നിയന്ത്രിക്കാനും ഡാമുകൾ അത്യാവശ്യമാണ്. കാരണം ജലസംഭരണി അത് അത്യാവശ്യമാണ്. അതോടൊപ്പം തന്നെ ഫ്ലഡ് വാട്ടർ മാനേജ്മെൻറ്റിലും ഡാമിന് ഈ പറഞ്ഞ പോലെ ഈ പെരിയാറിൽ ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഈ മൺസൂൺ മഴ 1992 ജൂൺ മാസത്തിൽ ഏകദേശം 75% മൺസൂൺ മഴ കൂടുതലായിരുന്നു. ജൂലൈ മാസം 45%. ഈ പ്രാവശ്യം ഏകദേശം 25% മഴ ജൂണിൽ കൂടുതലായിരുന്നു. ജൂലൈ മാസം ഏകദേശം 60%. ഓവറോൾ മൺസൂൺ മഴ ഈ 2 മാസം കൊണ്ട് 45% കൂടുതലായിരുന്നു. 1992 ഈ 45% തന്നെയായിരുന്നു കൂടുതൽ. പക്ഷേ അവിടെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ഡാമുകളെ പറ്റി നമ്മൾ ഈ ഡാമിൻ്റെ ലെവല് പറ്റി സംസാരിക്കുമ്പം ഡാമിൻ്റെ സംഭരണശേഷി ഓവർ ദി ഇയേഴ്സ് ഒരു 0.5, 0.6 പെർ ഇയർ അതിൻ്റെ പെർസെൻറ്റേജ് ഒരു ഡിഗ്രേഡ് ചെയ്യും. കാരണം നമ്മൾ കാച്ച്മെൻറ്റ് ഏരിയയിൽ നിന്ന് മനോജും സൂചിപ്പിച്ചു, ഈ വനനശീകരണം, ഈ മരങ്ങൾക്ക് ഇത് മീൻസ് സോയിലിനെ സംരക്ഷിച്ച് നിർത്താനുള്ള കഴിവ് കുറവുണ്ട്. അപ്പോൾ ഈ സെഡിമെൻറ്റ്സ് വന്ന് അടിയുന്നതോടുകൂടി സംഭരണശേഷിയിലും കുറവുണ്ടാകും. അതുകൊണ്ടാണ് ഈ 2 മാസം കൊണ്ട് തന്നെ ഒരു പക്ഷേ നമ്മുടെ പ്രീ മൺസൂൺ അതായത് മാർച്ച് തൊട്ട് മെയ് വരെ നമുക്ക് നല്ല മഴ കിട്ടി. അതോടൊപ്പം തന്നെ ഈ മൺസൂൺ ആയപ്പോഴത്തേനും ജൂലൈ 92 മൺസൂൺ മഴ കൂടുതൽ കിട്ടിയിട്ട് പോലും നമ്മുടെ പോസ്റ്റ് മൺസൂണിലാണ് അത് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഈ 2 ഘടകങ്ങൾ, ഒന്ന് മഴ കൂടുതൽ, 2 ഇതിൻ്റെ സംഭരണശേഷിയിലുള്ള ഡിഗ്രഡേഷൻ, ഇത് 2 കൂടാണ് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ പോലും ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ്. തീർച്ചയായും. പക്ഷേ ശ്രീ റോഷി അഗസ്റ്റിൻ MLA ഇതിൻ്റെ ഏറ്റവും താഴെയുള്ള ആളുകളായതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ എറണാകുളംകാർക്ക് ഇക്കാര്യത്തിൽ വലിയ ആശങ്ക ഉണ്ട്, എങ്ങാനും ഈ വെള്ളം ഇങ്ങനെ വരുമോ എന്നുള്ള കാര്യത്തിൽ. ഇടുക്കിക്കാരെ സംബന്ധിച്ച് എങ്ങനെയാണ്? അവരെ സംബന്ധിച്ച് മുല്ലപ്പെരിയാറിൻ്റെ കാര്യം എല്ലാ കാലത്തും ഉണ്ട്. ഇടുക്കി ഡാമിൻ്റെ താഴെ താമസിക്കുന്ന ആളുകളുമാണ്. ജനങ്ങൾ ഇപ്പോൾ ധാരാളം മുൻകരുതൽ നടപടികൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളുടെ സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു. ആളുകളോട് ബന്ധുവീടുകളിലേക്ക് മാറുന്നതടക്കമുള്ള മുൻകരുതൽ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി നടപ്പാക്കിയാൽ മാത്രം മതി. ജനങ്ങൾ ആശങ്കാകുലരായിരിക്കുകയാണോ അതോ ഇതിനോട് പൂർണ്ണമായും സഹകരിക്കുകയാണോ? എങ്ങനെയാണ്? ഇല്ല, ഒരു തടസ്സമില്ല. ഇവിടെയൊന്നും ഒരു പ്രശ്നമില്ല. അവർ കഴിയുന്നത്ര ആൾക്കാർ തന്നെ അവരുടെ സ്വന്തക്കാരുടെയും ബന്ധക്കാരുടെയും വീട്ടിലേക്ക് മാറാനാണ് തീരുമാനിച്ചിട്ടുള്ളത്.
അതിന് സാധിക്കാതെ വരുന്ന ആൾക്കാരെ നമ്മൾ വളരെ നല്ല നിലയിൽ ക്യാമ്പിൽ പാർപ്പിച്ച് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. ഇതൊരു പെർമനന്റ് ക്യാമ്പ് അല്ലല്ലോ. ഈ ഒരു ഘട്ടം കഴിയുമ്പോൾ അവർക്ക് തിരിച്ചങ്ങോട്ടേക്ക് തന്നെ പോകാൻ സാധിക്കും പൂർണ്ണമായിട്ടും എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഇത് നമ്മൾ നടത്തുന്ന സമയത്ത്, ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് അവരെ നിശ്ചയമായി അവിടെ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളത് സുരക്ഷയുടെ ഭാഗമാണ്. അത് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ശ്രമങ്ങൾ നടത്തുന്നത്. എനിക്കുള്ളൊരു ആശങ്ക, ഈ വെള്ളം കാണാനായിട്ട് വരുന്ന ധാരാളം ആൾക്കാർ പുറത്തുനിന്നുണ്ട്. ഇടുക്കിയിൽ നിന്നുള്ളവരൊക്കെ കൂടുതലായിട്ട് പുറം ലോകമാണ്. ഇത് ഇങ്ങോട്ടേക്ക് സന്ദർശന പ്രവാഹം ഉണ്ടാകാം. അപ്പോൾ അപകടമുള്ള മേഖലയിലേക്ക് പ്രയോഗിക്കാതിരിക്കുക. ഞങ്ങൾ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ പൂർണ്ണമായിട്ടും പാലിക്കുക. ജില്ലാ പോലീസ് സൂപ്രണ്ടും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി ജില്ലാ കളക്ടർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണം. അപ്പോൾ സെൽഫി എടുക്കുന്നു, 92 സെൽഫി ഇല്ല. അപ്പോൾ അപകടകരമായ സ്ഥലത്ത് പോയിരുന്ന സെൽഫി എടുത്താൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. മീൻപിടുത്തം പൂർണ്ണമായിട്ടും നിരോധിച്ചു. സ്വാഭാവികമായിട്ടും പെരിയാറിലേക്ക് ഇറങ്ങാതെ മീൻ പിടിക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ മീൻ പിടിക്കാനായി ഇറങ്ങി നിൽക്കുമ്പോൾ വരുന്ന ഫ്ലോയിൽ ചെറിയ ചേഞ്ച് വന്നാൽ നമുക്കത് കണക്കൂട്ടാൻ ചിലപ്പോൾ ഒരുപക്ഷെ കഴിഞ്ഞു വരില്ല. എവിടെയെങ്കിലും ഒരു ചെറിയ മരപ്പുള്ളി പോയി തള്ളുവോ, ഒരു കല്ലിടിഞ്ഞ് വീണ് എവിടെയെങ്കിലും ബ്ലോക്കാവുകയോ ചെയ്താൽ ആ ഗതി മാറുകയോ അല്ലെ ഫ്ലോ അല്പം വേരിയേഷൻ വരികയോ ചെയ്താൽ ഉദ്ദേശിക്കുന്നതിനേക്കാളേറെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം സുരക്ഷാ ക്രമീകരണങ്ങളോട് എല്ലാവരും ശ്രദ്ധിച്ചാൽ യാതൊരു അപകടവും ഇല്ലാതെ നമുക്കിത് മുനമ്പം കടലിൽ വരെ എത്തിക്കാൻ കഴിയത്തക്ക സാഹചര്യമുണ്ട്. ആ നിലയിലുള്ള ആശങ്കയും ഒരർത്ഥത്തിലും ആവശ്യമില്ല. കാര്യം മുന്നൊരുക്കങ്ങൾക്കുള്ള സമയം നമുക്ക് ലഭിച്ചു. അത് നന്നായിട്ട് ഞങ്ങൾ പ്രയോജനപ്പെടുത്തി. ജാഗ്രതാ സമിതികൾ രൂപം കൊടുത്തു. എല്ലാ ഓപ്പറേഷൻസും പൂർത്തിയാക്കി. ജനങ്ങൾ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. അവിടെയുള്ള ഒരു കാര്യം, ശ്രീ റോഷി അഗസ്റ്റിൻ MLA ഇപ്പോൾ മീൻപിടുത്തം നിരോധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ തന്നെ ഓൺലൈനിലൊക്കെ വരുന്നത് 92-ൽ ഡാം തുറന്നപ്പോൾ 90 കിലോയും 100 കിലോയും ഒക്കെ ഉള്ള മീനിനെ പിടിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ആളുകൾ ഇപ്പോൾ തന്നെ ഡാമിൽ എന്തായാലും മീനുണ്ടാവുമല്ലോ, അതിനെയൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഈ നിരോധിച്ചു എന്ന് സർക്കുലർ പുറപ്പെടുവിക്കുകയോ അല്ലെങ്കിൽ കളക്ടർ പറയുകയോ ചെയ്തത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ? തീർച്ചയായിട്ടും അതിനാണ് ഞങ്ങൾ അനൗൺസ്മെന്റ്, അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ ഇടുക്കിയിൽ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള മേഖലയിലുള്ള ആൾക്കാരെല്ലാം ഞങ്ങൾ നേരത്തെ തന്നെ വിവരം അറിയിച്ചു. പത്രമാധ്യമങ്ങളിലും മീഡിയയിലെല്ലാം ഇതിന്റെ പ്രചരണങ്ങൾ കൊടുക്കുന്നുണ്ട്. 92-ലെ ഒരു സ്ഥിതി അല്ല ഇന്ന്. അതാണ് ഇതിനകത്തൊരു വ്യത്യാസം. 92-ൽ നമുക്ക് ഇത്രയും സമയം കിട്ടിയില്ല. ഇന്നലെ അന്നത്തെ ബോർഡിന്റെ ചുമതലയുണ്ടായിരുന്ന ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സംസാരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചു. അന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, അന്ന് ഫോൺ പോലും ഇല്ലായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. ജില്ലാ കളക്ടറിൻ്റെ ഒരു ഫോണ്, അതുപോലെ തന്നെ KSBയുടെ IBയിലൊരു ഫോണ്. ഈ ഡാമയിലേക്ക് തന്നെ IBയിൽ നിന്ന് 4-5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവിടുന്ന് ഒരു മെഷർമെൻറ്റ് എടുത്താൽ തിരിച്ച് IB വന്ന് വേണം ഫോൺ ചെയ്യാനായിട്ട്. ഇന്നതൊന്നും അല്ലല്ലോ. എല്ലാ നിമിഷം കിട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കയ്യിലുള്ളപ്പം അത്തരത്തിലുള്ള ചെറിയ ഫാൾട്ട് പോലും ഉണ്ടാകരുത്. അന്നൊരു പക്ഷേ അങ്ങനെ മീൻ പിടിക്കാൻ ഇറങ്ങരുതെന്നും മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരെ ബ്ലോക്ക് ചെയ്യാനോ ഒക്കെയുള്ള സൗകര്യങ്ങളോ അതിനുള്ള ഇൻഫർമേഷൻസോ ഒന്നും പാസ് ചെയ്യാൻ ഒരുപക്ഷെ കഴിഞ്ഞെന്ന് വരില്ല. ഇന്നതല്ലല്ലോ. നമുക്കിതിനെല്ലാം കഴിയും. അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും സാങ്കേതിക മികവും നമുക്കുണ്ട്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളോട് ജനങ്ങൾ സഹകരിച്ചാൽ ഇതൊരു നോർമൽ പ്രൊസീജിയേഴ്സ് മാത്രമാണ്. ആ നിലയിൽ നമുക്കിതിനെ ഒരു തരത്തിലുമുള്ള ഭയാനകമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാവുകയില്ല. ഇതുതന്നെയാണ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്തപ്പോഴും പല വിധത്തിലുള്ള മീറ്റിങ്ങുകളിൽ പങ്കെടുത്തപ്പോഴും ഇതിന്റെ ഓപ്പറേഷനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഒക്കെ. ശരി, ഞാൻ മടങ്ങിയെത്താം. ശ്രീ C. ജയകുമാർ, നമ്മുടെ പ്രിപ്പയർഡ്നെസ് എത്രമാത്രം ഉണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഓരോ കാര്യത്തിനും ഓരോ പോലെയാണ്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ഒത്തിരി ആശങ്ക നമ്മളെ സംബന്ധിച്ചുണ്ടായിരുന്നു, അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. പക്ഷേ നമ്മൾക്ക് അങ്ങനെയുള്ള ഒരു ദുരന്തത്തെ നേരിടേണ്ടി വന്നില്ല. ഓഖി പെട്ടെന്നുണ്ടായ ഒരു ദുരന്തമായിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ നമ്മുടെ സജ്ജീകരണങ്ങൾ പോരായിരുന്നു, നമ്മൾ സജ്ജമല്ലായിരുന്നു എന്നൊരു വിമർശനം വന്നു. അതിനുശേഷം ഒരു സമാനമായ സാഹചര്യം അല്ലെങ്കിൽ അതിനോട് അടുത്ത് നിൽക്കുന്ന സാഹചര്യം വന്നപ്പോൾ കുറെ കൂടി ജാഗരൂകരായി. ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഒരു പ്രകൃതി ദുരന്തം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ആ ഒരു മൊമെന്റിൽ നമ്മൾ പൂർണ്ണമായും സജ്ജരാകുന്നുണ്ടോ? അല്ല, എനിക്കൊന്ന് അഭിലാഷ്, ഇതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രിപ്പയർഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റൂൾ ബുക്ക് അനുസരിച്ച് അവർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൂർണ്ണമായിട്ട് അവർ പ്രിപ്പയർഡ് ആണെന്ന് പറയാൻ പറ്റും. ഈ മൊത്തം കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, ഗവൺമെന്റ് ഓർഡറോ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ഉത്തരവ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സാധനം മാത്രമേ നമ്മൾ ഇതിലുള്ളൂ. അത് ഇടുക്കി ഡാമിന്റെ ഷട്ടറാണ്. ബാക്കിയെല്ലാം വേരിയബിളാണ്. തുറന്നു കഴിഞ്ഞാൽ ഒഴുകുന്ന വെള്ളത്തിന് നമ്മൾ പറഞ്ഞ വഴി തന്നെ പോകണമെന്നില്ല. അതുണ്ടാക്കുന്ന ആഘാതങ്ങൾ നമ്മളിപ്പോൾ ഒരു പ്രിപ്പയർഡ് ആയതുകൊണ്ട് നമ്മൾ ചാനലൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഈ പ്രിപ്പയർഡ്നെസ് എന്നുള്ളൊരു കാര്യം, നമ്മളൊരു ദുരന്തത്തിന്റെ മുന്നിലുള്ള പ്രിപ്പയർഡ്നെസ്സിൽ നമ്മൾ കേരളം എനിക്ക് തോന്നുന്നു വളരെ സുസ്ഥിരമായ രീതിയിൽ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ദുരന്തം ഇല്ലാതിരിക്കാനുള്ള അല്ലെങ്കിൽ ദുരന്തം വരാതിരിക്കാനുള്ള പ്രിപ്പയർഡ്നെസ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ പുറകിലാണ്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളത്, ഈ
കേരളത്തിന്റെ സാങ്കേതികത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഡാം എന്നുള്ളത് തെറ്റായ ടെക്നോളജിയാണെന്ന് ഈ വർഷം തെളിയിക്കാൻ പോവാണ്. കാരണം ഇത്ര നല്ല മഴയുണ്ടായിട്ടും ഇത്ര വലിയ വെള്ളം നിറഞ്ഞിട്ട് നമുക്ക് ഡ്രൗട്ട് ഉണ്ടാകുകയാണെങ്കിൽ അത് അണക്കെട്ടുകളെ വെള്ളത്തിനെ സ്റ്റോർ ചെയ്ത് നിർത്തുന്ന അണക്കെട്ടുകളുടെ ഇൻഎഫിഷ്യൻസി ആണെന്ന് ഈ വർഷം നമ്മൾ പഠിക്കും. അത്തരത്തിൽ എങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു പ്രിപ്പയർനെസിന്റെ കാര്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ വെള്ളം പൊങ്ങിയപ്പോൾ വീടുകളിൽ കുടുങ്ങിപ്പോയ ആൾക്കാരെ കൊണ്ടുപോകാൻ നമ്മൾ എന്താ പ്രിപ്പയർനെസ് ഉണ്ടായിരുന്നു? നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അവര് ക്യാമ്പുകളിൽ വന്നപ്പോൾ ക്യാമ്പുകളിൽ വന്നവർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ എന്താ നമ്മൾ ഇടുക്കി തന്നെ കാണുന്ന കാര്യമുള്ളത് ആൾക്കാരുടെ കൃഷിക്കാർക്ക് വന്നിട്ടുള്ള കാർഷിക നഷ്ടം നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ അത്തരത്തിൽ ഏറ്റവും താഴെത്തട്ടിലുള്ള ആൾക്കാരുടെ പ്രശ്നങ്ങൾ ഒന്നും തന്നെ നമ്മൾ പരിഹരിച്ചിട്ടില്ല എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു മെക്കാനിസവും നമുക്കിന്നില്ല. അത് നമ്മളുടെ ഡോക്യുമെന്റേഷൻ കാര്യങ്ങളിലാണെങ്കിലോ അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പ്രിപ്പയർ ചെയ്യുന്ന ബ്ലൂ ബുക്കിൽ അല്ലെങ്കിൽ പുസ്തകങ്ങളിലാണെങ്കിലോ ഇല്ല എന്നുള്ളത് ഒരു പ്രശ്നമാണ്. എങ്ങനെയാണ് ഒരു കൃഷിക്കാരനുണ്ടെന്ന കാർഷിക നഷ്ടത്തിനെ എങ്ങനെയാണ് കോമ്പൻസേറ്റ് ചെയ്യുന്നത്? അതിന് അയാൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന പൈസയോ അല്ലെങ്കിൽ അയാൾ മുടക്കിയ മുതലെങ്കിലും കൊടുക്കാനുള്ള ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് വാങ്ങിക്കുക? കൃഷി വകുപ്പ് കൊടുക്കുമോ? നമ്മളിപ്പോൾ ഈ കാര്യങ്ങൾ നമ്മളെ കാണിക്കുന്നത് നമ്മൾ മുന്നോട്ട് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ വളരെ സമീപഭാവിയിൽ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്നുള്ള ഒരു ക്യാബിനറ്റ് ബർത്തുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പായി മാറുകയും കൃഷി വകുപ്പ് എന്നുള്ളത് പൂട്ടിപ്പോകുന്ന ഒരു വകുപ്പാവും ചെയ്യും. കാരണം അതിന് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നില്ല. അത്തരത്തിൽ കേരളത്തിന്റെ പൊതു ഭൂമിയെയും ഭൂവിനിയോഗത്തെയും നിയന്ത്രിക്കാനോ അതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഗവൺമെന്റുകൾക്ക് ഏറ്റവും കൂടുതൽ വാഗ്ദാനങ്ങളും പ്രസ്താവനകളും ഉണ്ട്. പക്ഷെ അതിനപ്പുറത്ത് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് ഗവേണൻസിൽ കൊണ്ടുവരാനാണെങ്കിലോ അല്ലെങ്കിൽ കേരളം ഏറ്റവും കൂടുതൽ പറയുന്നത് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസിന്റെ ഏറ്റവും വലിയ മാതൃകയാണെന്നുള്ളതാണ്. ആ ഡീസെൻട്രലൈസ്ഡ് ഗവേണൻസിൽ നമ്മൾ എങ്ങനെയാണ് ഭൂമിയെ വിനിയോഗം ചെയ്യുന്നതിനെ കുറിച്ചാണെങ്കിലോ അല്ലെങ്കിൽ ഭൂമിയെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചാണെങ്കിലോ നമ്മളുടെ ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ പരിമിതമായ കേരളത്തിന്റെ പ്രകൃതി വളരെ അത് മഴക്കാലവും വേനലും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ള ഒരു തരത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഞാൻ ഈ ചർച്ചയ്ക്ക് വേണ്ടി വരുമ്പോൾ ആലോചിക്കായിരുന്നു, മഴയെക്കുറിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉള്ളത് തൂവാനത്തുമ്പികളിലാണ്. അതിലേക്ക് നായക കഥാപാത്രം പറയുന്നുണ്ട് മഴ ക്ലാരയാണെന്ന്. അത്തരത്തിലുള്ള വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള സങ്കല്പങ്ങളിലാണ് നമ്മുടെ ഉപരിവർഗം ജീവിക്കുന്നത്. ആ ഉപരിവർഗത്തിന്റെ ആകുലതകളാണ് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നയിക്കുന്നത്. അതേ അവസരത്തിൽ സാധാരണക്കാരൻ ചളിയിൽ കഷ്ടപ്പെടുന്ന കൃഷിക്കാരന്റെ വേദനകളോ അല്ലെങ്കിൽ വീടില്ലാതെ പോകുന്ന ആൾക്കാരുടെ ഒരു നേരം ഭക്ഷണം, കേരളത്തിൽ ഏറ്റവും വലിയ പ്രശ്നമുള്ളത് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ ഫുഡ് സെക്യൂരിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. അതാത് ദിവസങ്ങളിൽ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നമ്മുടെ വീടുകളുടെ ഭക്ഷ്യസുരക്ഷിതത്വം. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള വലിയൊരു ഇമ്പാക്റ്റ് ഒരുപാട് ജനങ്ങളിൽ ഈ വർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ മൊത്തം GDP-യിൽ തന്നെ ഒരു വളരെ ഈസി ആയിട്ട് കണക്കാട്ടുകയാണെങ്കിൽ ഒരു 15 തൊട്ട് 20% വരെയുള്ള ലോസ്, അത് പീപ്പിൾ പർച്ചേസ് പാരിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഒരുപക്ഷെ ഉണ്ടായേക്കും. അത്രയധികം ലോസ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ ഒരു മാസത്തെ മൺസൂൺ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് ഇന്നുള്ളതൊന്നും പോരാ. ഒരു പുതിയ സമീപനവും പുതിയ അധ്യായവും തുറക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെ ദുരന്തങ്ങൾ വല്ലാതെ വേദനിപ്പിക്കുകയും വ്രണപ്പെടുത്തുകയും നമ്മൾക്ക് പ്രശ്നങ്ങളായി മാറുകയും ചെയ്യും. ശരി, ഞാൻ വരാം. ശ്രീ MG മനോജ്, നമ്മളുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സംവിധാനങ്ങൾ എത്രമാത്രം സജ്ജമാണ് എന്നുള്ളത് കൂടി ചർച്ച ചെയ്യണമല്ലോ. ഇപ്പോൾ കേരളം പ്രകൃതി ദുരന്തങ്ങൾക്ക് സാധ്യതയുള്ള ഒരു ഇടം തന്നെയാണ്. അത് ഓരോ സമയത്ത് ഓരോന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ദുരന്ത നിവാരണം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് താനും. അങ്ങനെ ആ ഗൗരവത്തിൽ നമ്മുടെ പ്രയോറിറ്റിയിൽ ഈ ദുരന്ത നിവാരണം വന്നിട്ടുണ്ടോ ഇതിനോടകം? കേരളത്തെ സംബന്ധിച്ച് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു 5ാം സ്ഥാനമാണെന്ന് തോന്നുന്നു. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ പൊതുവെ സാധാരണ പറയാറുള്ള ഒരു ക്ലീഷയുണ്ട്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്, അതുകൊണ്ട് ദുരന്തങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നമ്മൾ നിൽക്കുമ്പോഴാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പല രീതിയിലുള്ള, അത് സൈക്ലോൺ ആവട്ടെ അല്ലെങ്കിൽ ഡാം ആവട്ടെ അതിവൃഷ്ടി ആവട്ടെ അല്ലെങ്കിൽ വരൾച്ചയാവട്ടെ, ഇങ്ങനെയുള്ള പല പ്രകൃതി പ്രതിഭാസങ്ങളും വളരെ ഫ്രീക്വൻസി ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം ആവർത്തിച്ചു വരുമ്പോൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഇനിയും മെച്ചപ്പെടുത്താനുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നേരത്തെ ശ്രീ ജയകുമാർ സാർ പറഞ്ഞതുപോലെ ഗവൺമെൻറ്റിൻ്റെ പല റൂളുകളുമുണ്ട്. അതിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റും എന്നുള്ളത് അതിൽ കൃത്യമായിട്ടുള്ള നയരൂപീകരണം ഉണ്ടാവണം. അതുപോലെ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും, നേരത്തെ ഡാം തുറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ
ആ വെള്ളം ഏതെല്ലാം പ്രദേശങ്ങളിൽ എത്തും എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ഫ്ലഡ് മാപ്പിംഗ് അല്ലെങ്കിൽ റൂട്ടിംഗ് ഉണ്ടാവണം. ഇതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ദുരന്ത നിവാരണ അതോറിറ്റിക്കും അവരുടേതായിട്ടുള്ള ചില ഈ റൂൾസിൻ്റെ പ്രശ്നമായിരിക്കാം. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ മാപ്പിംഗ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടത്തേണ്ടത് മറ്റൊരു ഏജൻസി അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് വഴിയാണ്. ഡ്രിപ്പ് എന്ന് പറയുന്ന ഡാം റിഹാബിലിറ്റേഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റ്. അതിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള എഞ്ചിനീയർമാർ, അതുപോലെ KSEBയുടെ കീഴിലുള്ള ഡാമിൽ ആ എഞ്ചിനീയർമാർ ഇവരെല്ലാവരും ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു മാപ്പിംഗ്, സമഗ്രമായിട്ടുള്ള ഒരു മാപ്പിംഗ് തയ്യാറാക്കി ദുരന്ത നിവാരണ അതോറിറ്റിക്ക് കൊടുക്കേണ്ടത്. അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് വേണ്ടുന്ന ഗ്രൗണ്ട് വർക്ക് അവർക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഏജൻസികളിൽ നിന്ന് സ്വരൂപിക്കാം. അപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ച് ഈ അടുത്തിടയിൽ വളരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ഈ ദുരന്ത നിവാരണം എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ടുണ്ടാകുമ്പോൾ അതിന് കൃത്യമായിട്ട് തന്നെ ഇപ്പോൾ ജയകുമാർ സാർ പറഞ്ഞ പോലെ ഒരു ക്യാബിനറ്റ് അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് വകുപ്പ് തന്നെ ഉണ്ടാക്കി അതിന് കൃത്യമായ അവലോകനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ ഓഖിയുടെ സമയത്ത് ഡോക്ടർ അഭിലാഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പോയിട്ടുണ്ട്, അവർക്കറിയാം കാര്യങ്ങൾ. അപ്പോൾ ഇതുവരെ നമ്മുടെ അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ആൾക്കാരായിരുന്നു, IAS ഉദ്യോഗസ്ഥന്മാരായിരുന്നു കൂടുതൽ. എന്നാൽ അതിൽ നിന്ന് മാറ്റം വരുത്തി ഏതെല്ലാം തരത്തിലുള്ള ദുരന്തങ്ങളെയാണോ കേരളം അഭിമുഖീകരിക്കാൻ പോകുന്നത് ആ ഫീൽഡിൽ എക്സ്പേർട്ടായിട്ടുള്ള വിദഗ്ധന്മാരെ കൂടി അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു മാറ്റം തീർച്ചയായിട്ടും വ്യക്തമാണ്. ആ നിലപാടിൽ ചർച്ച അവസാനിപ്പിക്കാനുള്ള സമയം. അവസാനമായി ഡോക്ടർ അഭിലാഷ്, ഇത് നമ്മുടെ ഒരു പ്രയോറിറ്റിയിൽ വരുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമല്ല. ഇതിപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഒരു സീസൺ എന്നുള്ളതല്ല, വർഷത്തിലുടനീളം ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഒരു ദുരന്തത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറായി നിൽക്കണം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ കുറേ കൂടി നമുക്കൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഉണ്ട്, പക്ഷേ കുറേ കൂടി ഇത് നമ്മുടെ മുൻഗണനാക്രമത്തിൽ വരേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും. കാരണം ജയകുമാർ സാറും മനോജും അത് കറക്റ്റായിട്ട് സൂചിപ്പിച്ചു. അതിൽ പറയാനുള്ള ഇപ്പം നമ്മൾ ഈ മാർക്ക് കൊടുക്കുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം 90 മാർക്ക് കൊടുക്കും 100-ൽ. ഇച്ചിരി കൂടിപ്പോകും. കാരണം പൊതുവേ ഞാൻ അധ്യാപകനായതുകൊണ്ട് പിള്ളേർക്ക് മാർക്ക് കുറയ്ക്കാറില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഞാൻ മാർക്ക് നല്ലപോലെ കൊടുക്കും. അപ്പോൾ മാർക്ക് കൊടുക്കാൻ ഞാൻ ആളല്ല. എന്നാൽ പോലും ഈ ദുരന്ത നിവാരണ അതോറിറ്റി എന്ത് ഏജൻസി ആയിക്കോട്ടെ, നമ്മളൊരു എന്തിനാണ് ദുരന്ത നിവാരണ അതോറിറ്റിയെ മാത്രം പിൻ പോയിന്റ് ചെയ്യുന്നത്? അവർക്ക് ദേ ഹാവ് ടു ഡു ലോട്ട് ഓഫ് തിങ്സ്. അതായത് ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് മനോജ് പറഞ്ഞ മാതിരി അവർക്ക് കുറേ കോർഡിനേഷനൊക്കെ ആവശ്യമാണ്. ആ രീതിയിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ. പക്ഷേ ഇതിനേക്കാളുപരി ഈ വിതിൻ ദി ഫ്രെയിംവർക്ക് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കാലാവസ്ഥാ വ്യതിയാന വകുപ്പ്, ഇത് രണ്ട് സെപ്പറേറ്റ് വകുപ്പുകളാണ് നമ്മുടെ കേരളത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ടോ പോലും അറിഞ്ഞുകൂടാ. അപ്പം കേരളത്തെ സംബന്ധിച്ച് ഈ ഒരു 2 വർഷത്തിന് മുമ്പുള്ള സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. കാരണം നമ്മൾ ഫ്രീക്വൻ്റായിട്ട് കാരണം 2 വർഷം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ എവിടെയും വെടിക്കെട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലാൻഡ് സ്ലൈഡ് മാക്സിമം മൺസൂൺ ടൈമിൽ അതായിരുന്നു കോമൺ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം കേരളത്തെ സംബന്ധിച്ച് ഡിസാസ്റ്റർ പ്രോണായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമാണെന്നൊരു വെപ്പുണ്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ നമ്മുടെ എല്ലാ പ്ലാനുകളിലും അത് ഒരുപക്ഷെ ഒരു മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് കുറേ ഏജൻസികളെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കേരളത്തിൽ തന്നെ അതിന് എല്ലാ ഫീൽഡിലും വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. അത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഔട്ട്സൈഡ് കാലാവസ്ഥാ വ്യതിയാന വകുപ്പിൻ്റെ കീഴിലോ വല്ലതും കൊണ്ടുവന്ന് ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മാത്രം മതി. കാരണം കുറേ അധികം ആൾക്കാർ ഇപ്പം ഫ്ലഡ് റൂട്ടിങ്, ഒരു മൾട്ടി ഹസാർഡ് ഏർലി വാർണിംഗ് സിസ്റ്റം അതുപോലുള്ള സംഭവങ്ങൾ, അതായത് കുറേ ആൾക്കാരെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മളൊരു അപ്രോച്ചിങ് ഹസാർഡ് വരുവാണെങ്കിൽ അത് വളരെയധികം വൈവിധ്യം ആവശ്യമാണ്. ഒരുപക്ഷേ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഈ ഒരു സ്കെയിലിൽ ചിലപ്പോൾ വർക്ക് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് കാണും. അപ്പം നമ്മുടെ കേരളത്തിൻ്റെ സവിശേഷമായ സാഹചര്യത്തിൽ നമുക്കിനി മുന്നോട്ട് പോകണമെങ്കിൽ കൺവെൻഷനലായിട്ട് കണ്ടുവരുന്ന വെതർ പ്രഡിക്ഷൻ പാറ്റേണോ അല്ലെങ്കിൽ കൺവെൻഷനായിട്ട് ദുരന്തം ഉണ്ടായതിനു ശേഷം പോയി നിവാരണം ചെയ്യുന്ന ആ ഒരു മെത്തേഡിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അത് ജയകുമാർ സാർ സൂചിപ്പിച്ചു. തീർച്ചയായും അതൊരു കണ്ണു തുറപ്പിക്കൽ കൂടിയാണ്. വളരെ നന്ദി ശ്രീ അഭിലാഷ്, ശ്രീ C. ജയകുമാർ, ശ്രീ മനോജ്, ഒപ്പം ശ്രീ റോഷി അഗസ്റ്റിൻ MLA, ശ്രീ CV വർഗീസ് ചർച്ചയിൽ പങ്കെടുത്തതിന്. എഡിറ്റേഴ്സ് അവർ പൂർണ്ണമാവുന്നു. നമസ്കാരം.